ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ അഭിഭാഷകർക്കായി പുറത്തിറക്കിയ പുതിയ സോഷ്യൽ മീഡിയ മാർഗനിർദ്ദേശങ്ങളുടെ ഇന്നത്തെ ഈ ലഘുവിവരണത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. കേരള ഹൈക്കോടതി അഡ്വക്കേറ്റ്സ് അസോസിയേഷന്റെ സമാനമായ നിയന്ത്രണങ്ങളെ മാതൃകയാക്കിയുള്ള ഈ മാർഗനിർദ്ദേശങ്ങൾ വക്കീലന്മാരും നിയമവിദ്യാർത്ഥികളും ഓൺലൈനിൽ പാലിക്കേണ്ട അച്ചടക്കത്തെക്കുറിച്ചാണ് വ്യക്തമാക്കുന്നത്. കാര്യം വളരെ ലളിതമാണ്. കോടതി മുറി എന്നത് സോഷ്യൽ മീഡിയയിൽ ലൈക്കുകൾ വാങ്ങാനുള്ളൊരു സിനിമാ സെറ്റല്ല, അതൊരു പവിത്രമായ ഇടമാണ്, അല്ലേ? അപ്പോൾ ഇതിലെ പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഒന്നാമതായി, ഇതിലെ കർശനമായ വിലക്കുകൾ തന്നെ ശ്രദ്ധിക്കാം. ഇനി മുതൽ അഭിഭാഷക വേഷത്തിൽ കോടതി പരിസരത്ത് വെച്ച് റീൽസോ വീഡിയോകളോ ഒന്നും എടുക്കാൻ പാടില്ല കേട്ടോ. അതുപോലെ കോടതി നടപടികളെയോ ജഡ്ജിമാരെയോ പരിഹസിക്കുന്നതും ഈ ഡീപ് ഫേക്ക് പോലുള്ള AI സാങ്കേതികവിദ്യ ഉപയോഗിച്ച് കൃത്രിമം കാണിക്കുന്നതുമൊക്കെ ഇപ്പോൾ കർശനമായി നിരോധിച്ചിരിക്കുകയാണ്. വെറുമൊരു വൈറൽ വീഡിയോയ്ക്ക് വേണ്ടി നമ്മൾ കോടതിയുടെ അന്തസ്സ് കുറയ്ക്കുന്നത് ശരിയാണോ എന്ന് ചിന്തിക്കണ്ടേ? രണ്ടാമതായി, വ്യാജ വാഗ്ദാനങ്ങളും പരസ്യങ്ങളും തടയുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. നമ്മുടെ ഇന്ത്യൻ നിയമപ്രകാരം അഭിഭാഷകർക്ക് അങ്ങനെ പരസ്യം നൽകാനൊന്നും അവകാശമില്ല. അതുകൊണ്ട് തന്നെ ഗ്യാരണ്ടീഡ് ജാമ്യം അല്ലെങ്കിൽ ഉറപ്പായ വിവാഹമോചനം എന്നൊക്കെ പറഞ്ഞ് സോഷ്യൽ മീഡിയ വഴി ക്ലയന്റുകളെ ആകർഷിക്കുന്നത് തീർത്തും നിയമവിരുദ്ധമാണ്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. വക്കീൽ പണി എന്ന് പറയുന്നത് വെറുമൊരു കച്ചവടമല്ല, അതൊരു വലിയ ഉത്തരവാദിത്വമുള്ള സേവനമാണ്. അവസാനമായി, ഇത് വെറുമൊരു ഉപദേശമല്ല, കർശന നടപടികൾ ഇതിന് പിന്നിലുണ്ട്. പുതിയതായി എൻറോൾ ചെയ്യുന്നവരും ഇന്റേൺഷിപ്പ് ചെയ്യുന്നവരും ഇത് കൃത്യമായി അനുസരിക്കാമെന്ന് നിർബന്ധമായും സത്യവാങ്മൂലം അഥവാ രേഖാമൂലമുള്ള ഉറപ്പ് നൽകണം. നിയമം ലംഘിച്ചാൽ പിടിക്കാൻ ഡിജിറ്റൽ എത്തിക്സ് കമ്മിറ്റികൾ വരും. കുറ്റം തെളിഞ്ഞാൽ ലൈസൻസ് വരെ റദ്ദാക്കാം. ചുമ്മാ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റിനു വേണ്ടി കഷ്ടപ്പെട്ട് നേടിയ കരിയർ തന്നെ ഇല്ലാതാക്കുന്നത് വലിയൊരു അബദ്ധമല്ലേ? ചുരുക്കത്തിൽ, നിയമരംഗത്തെ ഇത്തരം വ്യാജ പ്രചാരണങ്ങളിൽ നിന്നും വില കുറഞ്ഞ പ്രശസ്തി മോഹങ്ങളിൽ നിന്നും സംരക്ഷിച്ച് നമ്മുടെ നീതിന്യായ വ്യവസ്ഥയുടെയും കോടതികളുടെയും അന്തസ്സ് കാത്തു സൂക്ഷിക്കുക എന്നതാണ് ഈ മാർഗനിർദ്ദേശങ്ങളുടെ പ്രധാന ലക്ഷ്യം.